അതേസമയം ബി.ജെ.പി. എൻ.ഡി.എ ക്യാമ്പിലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ മുറുകിയിരിക്കുകയാണ്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും ബി.ഡി.ജെ.എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി ഡൽഹിയിലെത്തിയിട്ടുണ്ട്. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു. സൂര്യ, ബി.ജെ.പിയുടെ ദേശീയ തലത്തിലുള്ള ഒരു ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഇന്ന് സാധ്യതയുണ്ട്. കേരളത്തെ സംബന്ധിച്ച് ഇപ്പോഴും വ്യക്തതയില്ല. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടരുന്നുവെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെ ആലോചനകളാണ് ബി.ജെ.പി. എൻ.ഡി.എ സഖ്യത്തിൽ നടക്കുന്നത്? ലിബീഷ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഒരു അന്തിമ പട്ടിക ഇന്ന് പുറത്തുവരുമെന്നാണ് അറിയുന്നത്. ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ ബി.ഡി.ജെ.എസ് സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും ഇന്ന് ദില്ലിയിൽ ചേരുന്ന ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുക്കും. യോഗത്തിലായിരിക്കും ദേശീയ തലത്തിൽ തന്നെയുള്ള തെരഞ്ഞെടുപ്പിനായിട്ട് ബി.ജെ.പിയുടെ ഒരു ചർച്ചയുണ്ടാവുക. ഈ ചർച്ചയിൽ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ സംബന്ധിക്കുന്ന അന്തിമ പട്ടിക തയ്യാറാകുമെന്നാണ് കരുതുന്നത്. തുടർന്ന് നാളെ ആയിരിക്കും ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിക്കുന്ന ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവും എന്നൊരു സൂചന കൂടി ലഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ജനപിന്തുണയുള്ള അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഏറ്റവും അടുത്തായിട്ട് അറിയുന്ന ആളുകളെ നിർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥികളാക്കിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കൈവരിക്കുന്നതിനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ബി.ജെ.പി. എന്ന് പറയുന്നത്. ഇതിനിടയിൽ തന്നെ എൽ.ഡി.എഫ് തങ്ങളുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങൾക്കും തയ്യാറായി കഴിഞ്ഞു. പ്രചരണങ്ങളൊക്കെ തന്നെ എല്ലാ ജില്ലകളിലും തന്നെ ഏകദേശം ആരംഭിച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ കാര്യം പറയുകയാണെങ്കിലും സിറ്റിംഗ് എംപിമാരെ തന്നെ കൂടുതലായിട്ട് നിർത്തിക്കൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറാവുക എന്ന നിലപാടാണ് കോൺഗ്രസിന്റെ ഭാഗത്തും സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ യാതൊരുവിധ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള സൂചനകളും ലഭ്യമാക്കാത്തത് എൻ.ഡി.എ ആണ്. മാത്രമല്ല, ഒരു സസ്പെൻസ് കൂടി എൻ.ഡി.എയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ നിലനിൽക്കുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും പലരുടെയും പേരുകൾ ഇത്തരത്തിൽ പല സമയങ്ങളിലായിട്ട് ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്കോ അല്ലെങ്കിൽ സ്ഥിര പേരിലേക്കോ ഇതുവരെ എൻ.ഡി.എ നീങ്ങിയിട്ടില്ല. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രമന്ത്രി തിരുവനന്തപുരം മണ്ഡലത്തിൽ നിൽക്കുമെന്നൊരു സൂചനയാണ് ആദ്യം മുതൽ തന്നെ ലഭിച്ചിരുന്നത്. അതുപോലെ തന്നെ ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം വി മുരളീധരൻ കേന്ദ്രമന്ത്രി നിൽക്കുമെന്നൊരു സൂചനയുമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ ആറ്റിങ്ങലിലൊക്കെ തന്നെ വി മുരളീധരന്റെ നേതൃത്വത്തിൽ നേരത്തെ തന്നെ പ്രചരണങ്ങളൊക്കെ ഏകദേശം തുടങ്ങിയിട്ടുണ്ട് എന്നൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തൃശൂർ മണ്ഡലത്തെ സംബന്ധിച്ചും സുരേഷ് ഗോപി തന്നെ മത്സരിക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. സുരേഷ് ഗോപിയുടെ സ്വകാര്യ ചടങ്ങുകളിൽ ഉൾപ്പെടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ വന്ന് പങ്കെടുക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണക്കിലെടുത്ത് തിരുവനന്തപുരത്ത് ബി.ജെ.പി. സ്ഥാനാർത്ഥിയായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത് സുരേഷ് ഗോപി ആണെന്നുള്ള ചില സൂചനകളൊക്കെ നേരത്തെ തന്നെ വന്നിരുന്നതാണ്. എന്തായാലും ഈ ഔദ്യോഗിക പ്രഖ്യാപനം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച ഒരു വ്യക്തമായ രൂപരേഖ ഇതുവരെ ബി.ജെ.പി. പുറത്തുവിട്ടിരുന്നില്ല. ഇന്നെന്തായാലും ഡൽഹിയിൽ ചേരുന്ന ബി.ജെ.പിയുടെ ആസ്ഥാനത്ത് ചേരുന്ന ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിലായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാവുക. സ്ഥാനാർത്ഥികളെ സംബന്ധിക്കുന്ന അന്തിമ തീരുമാനം ഉണ്ടാവുക. അതിനുശേഷം ആദ്യഘട്ട പട്ടിക പുറത്തുവിടും എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി.ജെ.പി. സ്ഥാനാർത്ഥികൾ ആരൊക്കെ ആയിരിക്കും എന്നതിൽ ഒരു ആകാംക്ഷ എല്ലാവരിലും തന്നെ നിലനിൽക്കുന്നുണ്ട്. മറ്റു രണ്ട് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ആരായിരിക്കും സ്ഥാനാർത്ഥി എന്നൊരു സൂചന നേരത്തെ തന്നെ എല്ലാവർക്കും ലഭിച്ചിരുന്നതാണ്. ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം മാത്രമാണ് അത്തരത്തിലുള്ള യാതൊരുവിധ സൂചനകളും ലഭ്യമാകാതിരുന്നത്. എന്തായാലും മുതിർന്ന ബി.ജെ.പി. നേതാക്കളെയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ആൾക്കാരെയും മുൻനിർത്തി സ്ഥാനാർത്ഥികളായി നിർത്തിക്കൊണ്ട് വിജയം കൈവരിക്കാനുള്ള അല്ലെങ്കിൽ കൂടുതൽ ഭൂരിപക്ഷം നേടാനുള്ള ഒരു തീരുമാനം തന്നെയായിരിക്കും ബി.ജെ.പിക്ക് ഉള്ളിൽ നടക്കുന്നത്. അത്തരത്തിലുള്ള ചർച്ചകൾക്ക് തന്നെ നേരത്തെ തന്നെ ബി.ജെ.പി. തുടക്കം കുറിച്ചു കഴിഞ്ഞതാണ്. ഇനിയിപ്പോൾ പുറത്തു വരാനുള്ളത് ഈ ഒരു ഔദ്യോഗിക പ്രഖ്യാപനം. ഇത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക പ്രഖ്യാപനം എന്നായിരിക്കും ഉണ്ടാവുക എന്ന് സംബന്ധിച്ച ഒരു വിവരം ഇന്ന് ചേരുന്ന ഇലക്ഷൻ കമ്മിറ്റി യോഗത്തിന് ശേഷം പുറത്തുവരുമെന്നാണ് കരുതുന്നത്. ലിബീഷ്.